നമുക്കിന്നേ പയറും വെള്ളരിക്കയും കൂടെ കറി വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണ് കേട്ടോ. അത് നമുക്ക് കഴുകി വാരിയെടുക്കാം. ഇത് കുക്കറിൽ വെച്ചാൽ വേഗം വെന്ത് കിട്ടും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ കുക്കറിൽ വയ്ക്കുന്നില്ല, അടുപ്പത്താണ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പയറ് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗ കത്തിക്കാം. ഇനി നമുക്ക് ഇപ്പൊ പയറ് ആവുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നം വരും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി രണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസാക്കിയതാണ് കേട്ടോ. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിരുന്ന് വേവട്ടെ. ഇനി നമുക്ക് അതിലേക്കുള്ള വെള്ളരിക്ക അരിഞ്ഞെടുക്കാം. നമുക്കിനി വെള്ളരിക്ക കഴുകി വാരിയെടുക്കാം. തേങ്ങ പൊതിച്ചതില്ല, അപ്പോൾ ഒരു തേങ്ങ പൊതിക്കാം. പയറ് വെന്തോന്ന് നോക്കാം. പയറ് വെന്തിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ച വെള്ളരിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അതിലേക്ക്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അത്രയും മതി. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങയിലേക്ക് നമുക്കൊരു 3-4 ചുവന്നുള്ളി ചേർക്കാം. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാം. നമുക്കിനി ഉള്ളി കാച്ചാനുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം. ഇതുപോലെ വട്ടത്തിൽ അരിയണം കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് താളിപ്പ് ചേർക്കാം. കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് ഉള്ളി മൂക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് പിന്നെ ഒരു 1/2 സ്പൂൺ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം.
ഇനി കറി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്തു വയ്ക്കാം.